ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മേഘൻ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണൻ്റെ കാര്യം തീർന്നു, ഇനി മഹാലക്ഷ്മി അവളെ ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലും ഡോക്യുമെൻസിലെല്ലാം ഒപ്പുവെപ്പിച്ച് സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണമെന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനിയും കമലേശ്വരം ഫിനാൻസീസും ഉണ്ണിമോന് വേണം, അത് കരണമോളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ കിളവൻ്റെ ഒരു അത്യാഗ്രഹം കണ്ടില്ലേ എന്ന് സ്വയം മനസ്സിൽ പറയുന്നുണ്ട് മേഘൻ. എങ്കിൽ കമലേശ്വരം ജ്വല്ലറി എനിക്ക് വേണം, അതിനുവേണ്ടി മഞ്ജുവിനെ എങ്ങനെയെങ്കിലും എന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു പദ്ധതിയും ഒരു ആസൂത്രണം ചെയ്യുന്നുണ്ട്. കരുണയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ്. കമലേശ്വരം ഫിനാൻസീസും കൺസ്ട്രക്ഷൻ കമ്പനിയും എല്ലാം ഉണ്ണിയേട്ടൻ ഭരിക്കണമെന്ന് പറയുമ്പോൾ എല്ലാ സ്വത്തുക്കളും എനിക്കും മഞ്ജുവിനും അവകാശപ്പെട്ടതാണ്. മേഘേട്ടൻ സ്വത്തിൻ്റെ കാര്യത്തിൽ അത്ര പുണ്യാളനൊന്നും അല്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അതിന് സാഗർ ഇപ്പോഴും മരിച്ചിട്ടില്ലല്ലോ, മഞ്ജു ഉണ്ടെങ്കിൽ മാത്രമല്ലേ മേഘേട്ടന് സ്വത്തുക്കളെല്ലാം കിട്ടുള്ളൂ എന്ന് കരുണ ചോദിക്കുമ്പോൾ അത് മേഘേട്ടൻ അവനെ തീർത്തോളൂ എന്ന് പറയുന്നുണ്ട് ഉണ്ണി. തുടർന്ന് അവർ ഒരുമിച്ച് പുറത്തു പോകാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഇതേ സമയം സാഗറും മഞ്ജു ആണെങ്കിൽ ബീച്ചിൽ എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ഉണ്ണിയും കരുണയും അവിടേക്ക് വരുന്നത്. ഉണ്ണിയെയും കരുണയും കണ്ട് മഞ്ജുവും സാഗറും വല്ലാതാവുന്നുണ്ട്. ഭാഗ്യത്തിന് ഉണ്ണിയും കരുണയും അവരെ കാണുന്നില്ല. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ് മഞ്ജു, നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവും സാഗറും അവരുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ഉണ്ണിയും കരുണയും കൂടി ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടനെ കൂലിക്കാരനാക്കിയ അവളുടെ മുന്നിൽ ഉണ്ണിയേട്ടൻ കൺസ്ട്രക്ഷൻ കമ്പനിയും ഫിനാൻസിയേഴ്സും ഒക്കെ ഭരിക്കണം, എനിക്ക് കമലേശ്വരം തറവാട്ടിലെ മഹാറാണിയാകണം, എന്തുകൊണ്ടും കല്യാണത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമാണിത്, ഇനി ഡെഡ് ബോഡിക്ക് അരികിലിരുന്ന് വാവിട്ട് കരയുന്ന അവളെ കൂടി എനിക്ക് കണ്ടാലേ എൻ്റെ കണ്ണും മനസ്സും നിറയൂ എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. അതിനുശേഷം കാണിക്കുന്നത് മോഹിനിയാണെങ്കിലും കണ്ണനിപ്പോൾ എല്ലാവരെ പോലെയും നടക്കാൻ കഴിയും എന്നുള്ള ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ മഹയോടായിട്ട് മോഹിനി പറയുന്നുണ്ട്, കണ്ണനിപ്പോൾ കാലിന് സ്വാധീനം ഇല്ലാത്തവനല്ല, നിങ്ങൾ തമ്മിൽ ഇനി എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങണം, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ മടിയിൽ വെച്ച് അമ്മയ്ക്ക് ലാളിക്കണം, ആ വാർത്ത നിങ്ങൾ രണ്ടുപേരും എന്നെ എത്രയും പെട്ടെന്ന് കേൾപ്പിക്കണമെന്നെല്ലാം പറയുമ്പോൾ സിദ്ധയായ അമ്മയും എനിക്കും കണ്ണേട്ടനും 2 കുഞ്ഞുങ്ങൾ ജനിക്കും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ആ അമ്മയുടെ പ്രവചനം ഒരിക്കലും സത്യമാകാതിരിക്കില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ആ വാർത്ത ഉടനെ തന്നെ കേൾക്കാൻ ഭാഗ്യം ഉണ്ടാകുമെന്നും മഹി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മേഘൻ കമലേശ്വരത്ത് എത്തുന്നു. അപ്പോൾ മേഘനോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, എന്താടാ മേഘ, അവൻ്റെ ഡെഡ് ബോഡി ഇനിയും കൊണ്ടുവന്നില്ലല്ലോ, അത് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഞാനും കരുണമോളും ഉണ്ണിയും ഒക്കെ എന്ന് പറയുമ്പോൾ 2 ദിവസത്തിനകം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകും അപ്പച്ചി, ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ മഹാലക്ഷ്മിയെ കൊണ്ട് എല്ലാ രേഖകളിലും ഭീഷണിപ്പെടുത്തി ഒപ്പുവെപ്പിക്കണം, പിന്നെ ഏറ്റവും പ്രധാനം മഞ്ജുവിനെ എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ നിർത്തണം, അത് ഞാൻ അപ്പച്ചിക്ക് വിട്ടു തന്നിരിക്കുന്നു, അവളെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്കറിയില്ലേ മേഘ, എൻ്റെ മരുമകനായിട്ട് ഞാൻ നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളഞ്ഞതുപോലെ അവളെയും ഞാൻ നിനക്ക് തിരിച്ചു തരൂ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ആ സാഗറിന് കുറച്ച് ജീവൻ ബാക്കി കിടപ്പുണ്ട്, അതാണ് എൻ്റെ ഇപ്പോഴത്തെ സങ്കടം, അവൻ എങ്ങാനും രക്ഷപ്പെടുമെന്ന് ചെറിയൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇട്ട് തന്നെ നമ്മൾ പണി കൊടുക്കും, ഞാൻ എന്തായാലും അവളെ ഒന്ന് ചെന്ന് കാണുന്നുണ്ടെന്ന് മഞ്ജുവിനെ ചെന്ന് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവും സാഗറും തിരികെ വീട്ടിലെത്തുന്നു. അപ്പോൾ മഞ്ജുവിനോടായിട്ട് സാഗർ ചോദിക്കുന്നുണ്ട്, ഇനി മോനും മരുമോളും നമ്മളെ കണ്ടു കാണുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് സാധ്യതയൊന്നുമില്ല സാഗരേട്ടാ, അവർ കാണാതെ നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നില്ലേ, ഇന്ന് നമ്മൾ അവരെ കണ്ടില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷം നമുക്ക് കിട്ടിയേനെ, അവരെ കണ്ടതോടുകൂടി ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷം പോയി കിട്ടി, ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അകത്തേക്ക് പോകുന്നു. അങ്ങനെ സാഗറാണെങ്കിൽ വാതിലടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് മേഘൻ അവിടേക്ക് വരുന്നത്. അങ്ങനെ സാഗറില്ലാതെ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുന്ന മഞ്ജുവിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേഘൻ്റെ വരവ്. അപ്പോൾ സാഗറാണെങ്കിൽ മേഘൻ കാണാതെ അകത്തിരിക്കുകയാണ്. പക്ഷെ മഞ്ജു യാതൊരു കൂസലും കൂടാതെ മേഘനെ കണക്കിന് കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, നിനക്ക് കൂട്ടിരിക്കുന്നവൾ എവിടെടി എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി ഇവിടെ ഇല്ല, ഏട്ടത്തി അനന്തുവേട്ടൻ്റെയും ലേഖ ചേച്ചിയുടെയും വീട്ടിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. നീ ഇങ്ങനെ ഇത്രയൊരു ചെറിയ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താടി, നിനക്ക് എൻ്റെ കൂടെ വാ, നിന്നെ ഞാൻ രാജകുമാരിയെ പോലെ വാഴിക്കാം എന്നല്ലേ പറയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ്,
എന്നെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കാമെന്നാണ് നിങ്ങൾ മനക്കോട്ട കെട്ടിയിരിക്കുന്നെങ്കിൽ അതിനുള്ള വെള്ളം വാങ്ങി വെച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘന് കണക്കിന് കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ മഞ്ജു. അപ്പോൾ ഇവളുടെ ഈ ആട്ടമൊക്കെ നിലയ്ക്കാൻ പോവുകയാണ്. അവനിനി അധിക ആയുസ്സൊന്നും ഇല്ല എന്നെല്ലാം മേഘൻ സ്വയം മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിനെ മേഘനെ ഭീഷണിപ്പെടുത്തുന്നതെല്ലാം സാഗർ അകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ സാഗറിനാണെങ്കിൽ പലപ്പോഴും പുറത്തേക്ക് വന്നിട്ട് മേഘന് കണക്കിന് കൊടുക്കണം എന്നെല്ലാം തോന്നുന്നുണ്ടെങ്കിലും ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ കണ്ണൻ സാറും മഹാലക്ഷ്മിയും കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തൽക്കാലം പുറത്തേക്ക് പോകണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ സാഗർ അകത്തിരിക്കുകയാണ്. പക്ഷെ മഞ്ജു യാതൊരു കൂസലും കൂടാതെ നല്ല ബോൾഡായിട്ട് തന്നെ മേഘന് വായടപ്പിക്കുന്ന മറുപടി കൊടുത്ത് അവിടെ ആട്ടി ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കരുണയും ഉണ്ണിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരുണയ്ക്കും ഉണ്ണിക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ്. കാരണം അവരാഗ്രഹിച്ചതുപോലെയെല്ലാം കാര്യങ്ങൾ നടന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും. അപ്പോൾ ഇതേ സമയം തന്നെയാണ് കണ്ണനും മഹിയും അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഒരു പൂക്കട കാണുന്നതും മഹി കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് ആ കടയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കണ്ണനും മഹിയോടൊപ്പം ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ കുറച്ച് പൂ എൻ്റെ തലയിൽ ചൂടി തരണം, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ കുറച്ച് പൂവെടുത്ത് മഹിയുടെ തലയിൽ ചൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നു ഈ ഒരു കാഴ്ച കരുണ കാണുന്നുണ്ട്. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ അത് കണ്ടിട്ട് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. താൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ കരുണ ദേഷ്യത്തോടു കൂടി. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഈ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്